ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. 41 വയസ്സുള്ള തിയാഗോ സിൽവ നിലവിൽ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലുമിനൻസിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രായത്തിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അതിനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണം ഇന്ന് ലഭിച്ചിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു യുവന്റഡെ എന്ന ക്ലബിനെ ഫ്ലുമിനൻസ് പരാജയപ്പെടുത്തിയത്. തിളങ്ങിയത് മറ്റാരുമല്ല, തിയാഗോ സിൽവയാണ്. ഒരു കിടിലൻ ബൈസിക്കിൾ കിക്ക് ഗോൾ അഥവാ അക്രോബാറ്റിക് ഗോൾ ആയിരുന്നു ഈ മത്സരത്തിൽ തിയാഗോ സിൽവ നേടിയത്. അതിന്റെ സമയം കൂടി പരിഗണിക്കണം. മത്സരത്തിന്റെ 98ാമത്തെ മിനിറ്റിൽ അഥവാ അവസാന നിമിഷത്തിലാണ് 41 വയസ്സുള്ള തിയാഗോ സിൽവയുടെ ഒരു ബൈസിക്കിൾ കിക്ക് ഗോൾ പിറക്കുന്നത്. അതായത് ബോക്സിലേക്ക് ഒരു ക്രോസ് വരുന്നു. വളരെ പണിപ്പെട്ടുകൊണ്ടുള്ള ഒരു അക്രോബാറ്റിക് ശ്രമമായിരുന്നു തിയാഗോ സിൽവ നടത്തിയത്. അത് ഗോൾ പോസ്റ്റിന്റെ മൂലയിലേക്ക് ഇങ്ങനെ താഴ്ന്നിറങ്ങുന്നു. അങ്ങനെ ഒരു ഗോളാണ് 98ാമത്തെ മിനിറ്റിൽ തിയാഗോ സിൽവ നേടിയിട്ടുള്ളത്. ആ ഗോളിന്റെ വില ഒന്ന് മനസ്സിലാക്കണം. 98ാമത്തെ മിനിറ്റിലാണ് 41 വയസ്സുള്ള ഈ ഒരു താരം അക്രോബാറ്റിക് ഗോൾ ആയിക്കൊണ്ട് വിജയ ഗോൾ സ്വന്തമാക്കുന്നത്. ഈ ഒരു ഗോളാണ് ഇപ്പോൾ ഫ്ലുമിനൻസിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് തിയാഗോ സിൽവയാണ്. മികച്ച പ്രകടനം മത്സരത്തിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതായത് ആകെ 100 ടച്ചുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എതിർ ബോക്സിൽ 3 ടച്ചുകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് നടത്തിയിട്ടുണ്ട്. 8 ക്ലിയറൻസുകൾ, ഹെഡ് ക്ലിയറൻസ് 5 എണ്ണം, റിക്കവറി 3 തവണ നടത്തിയിട്ടുണ്ട്. ഏരിയൽ ഡുവൽസ് അദ്ദേഹം വോൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മികച്ച പ്രകടനമാണ് അദ്ദേഹം മുന്നേറ്റത്തിലും അതുപോലെ തന്നെ ഡിഫൻസിലും നടത്തിയിട്ടുള്ളത്. ഈ പ്രായത്തിലും മികച്ച പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുക്കുന്നത്. ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹമുണ്ട് എന്ന കാര്യം തിയാഗോ സിൽവ ഈയിടെ പറഞ്ഞിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.